Watch full episodes on Jio Hotstar. എന്റെ പ്ലാൻ നല്ലതായിരുന്നു, പക്ഷെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഒരു കുഴപ്പമില്ല. ബോസ്, എന്തിനാണ് കോഹിനൂർ വൈരം വേണമെന്ന് വാശി പിടിക്കുന്നത്? അത് വെച്ച് താങ്കൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മൾ അത് എവിടെ കൊണ്ട് വിൽക്കും ബോസ്? അത് ആരെങ്കിലും മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിൽക്കാനല്ല ഞാൻ മോഷ്ടിച്ചത്. അത് ആ രത്നം വളരെ സ്ട്രോങ് ആണ്. അത് സൂര്യന്റെ എത്ര ചൂട് വേണമെങ്കിലും താങ്ങിക്കോളും. അത്ര അധികം എനിക്ക് ഈ ലോകം നശിപ്പിക്കാനേ വേണ്ട. നോക്കെന്റെ പ്ലാൻ എന്താണെന്ന്. സൂര്യന്റെ കിരണങ്ങൾ ആ മാഗ്നിഫൈങ് ഗ്ലാസിൽ നിന്ന് ഇറങ്ങി കോഹിനൂർ ഡയമണ്ടിൽ പെടുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന റേസ് സൂര്യകിരണങ്ങളെക്കാളും 1000 മടങ്ങ് പവർഫുൾ ആയിരിക്കും. എന്നിട്ട് ഈ റേസ് സാറ്റലൈറ്റിൽ പോയി തട്ടി ആ റേസ് സാറ്റലൈറ്റിനെ ആക്ടിവേറ്റ് ചെയ്യും. ഞാൻ ഇവിടെ വെറുതെ ഇരുന്നു കൊണ്ട് ഏത് നാടിനെ വേണമെങ്കിലും ഈ റിമോട്ടിന്റെ ഏതെങ്കിലും ഒരു ബട്ടൺ ഉപയോഗിച്ച് നശിപ്പിക്കാൻ സാധിക്കും. ഞാൻ ഈ ലോകം മുഴുവനും കീഴടക്കും. ഞാൻ ഈ ലോകം ഭരിക്കും. ബോസ്, ഇനി എങ്ങനെയാണ് ഡയമണ്ട് അവിടുന്ന് മോഷ്ടിക്കുന്നത്? അവിടുത്തെ സെക്യൂരിറ്റി വളരെ ടൈറ്റ് ആണ്. ഈ മോഷണം ഞാൻ തന്നെ മറ്റൊരു മറുവേഷത്തിൽ ചെയ്യും. അതെ ഡോക്ടർ ഡിസ്ട്രോയർ, ഞാൻ എല്ലാ സെറ്റപ്പും റെഡിയാക്കിയിട്ടുണ്ട്. അതെ സർ, ഞാൻ ബക്കിംഗ്ഹാം പാലസിലെ എല്ലാ ഗാർഡ്സിനെ മാറ്റിയിട്ടുണ്ട്. അവരുടെ സ്ഥാനത്ത് എന്റെ ആൾക്കാരാണ് ഉള്ളത്. നിങ്ങളെ ആരും തടയില്ല സർ. നിങ്ങൾ വരൂ, ഞാൻ അവിടെ തന്നെ എത്തിയേക്കാം. പത്തുലു, ഇതെന്താണ്? രത്നം മോഷ്ടിക്കാനുള്ള പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് ആ പാലസിലേക്ക് എത്തിപ്പെടണം. ഗാർഡ്സിനെയൊക്കെ മാറ്റിയിരിക്കുന്നു. വേഗം വരൂ. അതെ വേഗം പോകാം. വരൂ. നമ്മുടെ ഇരകൾ കെണിയിലേക്ക് പെടാനായിട്ട് വരുന്നുണ്ട്. നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്തു അതേപോലെ തന്നെ ചെയ്യണം. യെസ് ബോസ്. ഞാൻ പോയിട്ട് വരാം. ഇതെന്താ? ഗാർഡ്സിനെ എല്ലാം ഐസ് സ്റ്റാച്യു ആക്കി മാറ്റിയോ? അവന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഗാർഡ്സ് അകത്ത് കളവ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കും ഗേറ്റ് തുറന്നിരിക്കുന്നത്. വേഗം പോവാം. ശിരോമണികളെ, ഇനി നിങ്ങളെ പൂട്ടും ഞാൻ. ഇതെന്തോ ട്രാപ്പാണെന്ന് തോന്നുന്നത്. സെക്യൂരിറ്റി അലേർട്ട്, ഒന്ന് വേഗം വരൂ. നിങ്ങൾക്ക് ആരാ? അതെ നോക്ക് മോട്ടു, ഇവരാണ് ആ ഡ്യൂപ്ലിക്കേറ്റ് ഗാർഡ്സ്. ഇവര് കളവ് നടത്താൻ വന്നവരാണ്. കയ്യിൽ എന്ത് കിട്ടിയാലും വിടരുത്, എടുത്തിട്ട് അടിക്കേ. മനസ്സിലായോ? മോട്ടു, ഞാനൊരു സാധനം എന്നാ പറഞ്ഞത്. ആ ആളെ എല്ലാം എടുത്തെറിയേണ്ടത്. എന്നെ തന്നെ വലിച്ചെറിഞ്ഞല്ലോ. മോട്ടുവിനെയും പത്തുലിനെയും ഇങ്ങോട്ട് വിളിക്കേണ്ടി വരും. പത്തുലു, അവിടെ നിന്നാണ് നമുക്ക് ചിരിയുടെ ശബ്ദം കേൾക്കുന്നത്. വേഗം വരൂ. വരൂ മോട്ടു പത്തുലു, വരൂ. അഭിനന്ദനങ്ങൾ. കോഹിനൂർ എടുത്തോണ്ട് ഞാനിപ്പോ അങ്ങോട്ട് പോകും. എന്നിട്ട് നിങ്ങളായിരിക്കും പിടിക്കപ്പെടുന്നത്. റെസ്റ്റോറന്റിൽ വെച്ച് ഫോണിൽ സംസാരിച്ച് നീ ഞങ്ങളെ ഇവിടെ വിരിച്ചു വരുത്തിയത് ഒരു ട്രാപ്പ് ആയിരുന്നു അല്ലേ?
അതെന്റെ ഒരു ട്രാപ്പായിരുന്നു. ആദ്യത്തെ എന്റെ പ്ലാൻ നിങ്ങൾ ഫെയിലാക്കിയില്ലേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പ്ലാൻ ചെയ്തത്. ഞാനിത് മോഷ്ടിക്കുമെന്നും നിങ്ങളെ ഇതിൽ ഞാൻ പെടുത്തുമെന്നും. നമ്മുടെ കാല ഐസിൽ കുടുങ്ങി പോയല്ലോ. നമ്മളും ഇപ്പൊ ഐസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പൊളിച്ചെടുത്തല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഒരിക്കലും ഇതുവരെ ഐസ് കട്ടിയായി മാറിയിട്ടേ. പോലീസ് നമ്മളെ പിടിക്കും. ഈ ഡോക്ടർ ഡിസ്ട്രോയർ നമ്മളെ പെടുത്തിയിരിക്കുകയാണ്. ഇതൊരു ട്രാപ്പായിരുന്നു. അതെ, ഞങ്ങൾ അങ്ങനെ വിട്ടിട്ട് പോകരുത്. ഞാനെങ്ങനെ നിന്ന് പോയത്? താഴേക്ക് വാ, താഴേക്ക് വാ. Leave me. എന്നെ വിട്. Leave me. Leave me. വിടെന്നെ. വിടാനാ പറഞ്ഞത്. വിടാനാ ഞാൻ പറഞ്ഞത്. മര്യാദയ്ക്ക്. എന്റെ കാലുകൾ വിട്. എന്നെ വിടാനാ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ ഓട്. വിടെന്നെ. വിടില്ലല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. ഡോക്ടർ ഡിസ്ട്രോയർ, ഞങ്ങളെ ഒന്ന് താഴേക്ക് ഇറക്കൂ. Right on time. കണ്ടോ അവരെങ്ങനെ ഞാൻ പറ്റിച്ചെന്ന്. ബൈ ബൈ മോട്ടു പത്ലു. അവര് കാണാതെ ഒളിച്ചിരിക്കുക. ഒരു സ്ഥലം പോലും വിടരുത്. എല്ലാവരുടെയും സെർച്ച് ചെയ്യ. യെസ് സർ. ചേടാ, ഈ ഗാർഡ്സ് എങ്ങനെയാ ഫ്രീസ് ആയത്? നമുക്ക് ആദ്യം ഇവരുടെ ദേഹത്ത് നിന്ന് ഈ ഐസ് പൊളിച്ചു മാറ്റാം. അതെ അതെ, കമോൺ. കള്ളന്മാര് കണ്ടുകൊണ്ടുപോയി. ആരോ പാലസിൽ വന്ന് ഞങ്ങളെയൊക്കെ പറ്റിച്ച് ആ ഡയമണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ഡോക്ടർ ജട്ക, ആ ഫ്ലൈയിങ് ഹെൽമെറ്റ്സ് എടുക്കൂ. നമുക്ക് പറന്ന ആ കാറിന് പുറകെ പോയി ഡോക്ടർ ഡിസ്ട്രോയറിനെ പിടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ കളവ് ചെയ്തത് അവര് നമ്മളാണെന്ന് പറയും. അതെന്താ അവിടെ ഒരു ശബ്ദം? ആരാ അവിടെ? ആരാന്ന്? നിക്ക് നിക്ക് ഓഫീസേഴ്സ്, അവരെ പിടിക്ക്. അവര് വാലിയിലേക്കാണ് പോകുന്നത്. ഞാൻ അവരെ പിന്തുടരാം. നിങ്ങൾ ഇവിടെ നോക്കിക്കോ. നമ്മൾ എത്രയും പെട്ടെന്ന് ഈ വാലി ക്രോസ് ചെയ്യണം. എങ്കിൽ പിന്നെ പോലീസുകാരുടെ കയ്യിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. ഇതാണോ നിങ്ങളുടെ പ്ലാൻ? പറന്നു പോവുകയാണോ? അവരെ അറ്റാക്ക് ചെയ്യ്. യെസ് സർ. നമ്മളെ കൊണ്ട് പറക്കാനാവില്ല. ഇനി എന്ത് ചെയ്യൂ? നമ്മുടെ കഥ തീർന്നു. ഓഫീസേഴ്സ്, അത് അവരവിടെയുണ്ട്. വരൂ, നമുക്ക് അവരെ പിടിക്കാം. അങ്ങോട്ട് നോക്കൂ, പോലീസ് വണ്ടി വരുന്നു. ഡോക്ടർ ജട്ക, എന്തിനു വേഗം ചെയ്യേ. ഞാൻ ഇവരെ തടയാം. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. ചേടാ, ഇതെവിടുന്ന് വന്നു? പൊളിക്കടുത്തല്ലോ. ചിങ്കം താനെ അവരെല്ലാം നിർത്തേണ്ടത്, അല്ലാതെ നമ്മളെയല്ല. നമുക്ക് ഒരുമിച്ച് ഓടാം. മര്യാദക്ക് നിക്ക്. അവിടെ നിൽക്കാനല്ലേ പറയുന്നത്. നിക്ക്. ദോശ, എല്ലാവരും ഒരുമിച്ച് ചമ്മി. വീണ് വയ്യാതെയായി മമ്മി. ഓ നോ, അവര് രക്ഷപ്പെട്ടു. വരൂ, നമുക്ക് പോകാം. അവരെ പിന്നെ പിടിക്കാം. ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടർ ഡിസ്ട്രോയറിനെ കണ്ടുപിടിച്ചേ പറ്റൂ. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. കേക്ക്.
കുറച്ചു ദിവസം നമുക്ക് ഇവിടെ തന്നെ ഒളിച്ചിരിക്കാം. കാര്യങ്ങളൊക്കെ ഒന്ന് തണുക്കുമ്പോ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇപ്പൊ പോലീസ് നമ്മളെ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടാവും. അത് നമ്മുടെ ജീവനോടെ ഇരിക്കണ്ടേ? ഇവിടെ 4 പുറവും അനക്കൊണ്ടാസാ, അത് നമ്മളെയാ നോക്കുന്നത്. എനിക്ക് പേടിയാവുന്നു. നമ്മുടെ ചുറ്റിനും ഈ ലേസർ ബീംസിന്റെ കവചം ഉള്ളത്ര നേരം ഈ ആനക്കോണ്ട നമ്മളുടെ അടുത്തേക്ക് വരികയില്ല. എന്റെ അമ്മോ, ഇതൊരു തെറ്റായ പണിയാണ്. നമ്മളിത് ചെയ്യാൻ പാടില്ല. മമ്മി പൊളിച്ചെടുത്തല്ലോ ചിങ്കം സാർ, ഇത് നമുക്കറിയാലോ. കാരണം ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് നിങ്ങൾ ദേഷ്യപ്പെടരുത് കേട്ടോ. പക്ഷേ വലിയേട്ട, ഡോക്ടർ ഡിസ്ട്രോയിനെ പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് ചെയ്യണം മോട്ടു. അതെ. ഓക്കെ 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 എന്റെ ബോസ് എപ്പോഴാ വരുന്നത്? അതെ, ഞാൻ അവനെ കണ്ടു. ഷെടാ എന്റെ ചങ്കേന്റെ ബ്രോ മോട്ടു, ഈ കെമിക്കല് പുരട്ടിയാൽ നമുക്ക് എല്ലാ ചുമരും പൊളിക്കാൻ കഴിയും. ഞാൻ അവിടെ ഒരു മാർക്കറ്റിട്ടില്ലേ, അവിടെയാണ് പൊളിക്കേണ്ടത്. ഷെടാ എന്റെ ചങ്കേന്റെ ബ്രോ മോട്ടു, ഈ കെമിക്കൽ ആ ചുമരിലാണ് പുരട്ടേണ്ടത്, നിന്റെ ദേഹത്തല്ല. ചുമരിൽ പുരട്ടിയതും ചുമര് പൊളിഞ്ഞ് താഴെ വീഴും. അതെ. ഇതൊന്നും നിങ്ങൾ ആദ്യം പറഞ്ഞില്ലല്ലോ വലിയേട്ടാ. എന്നെ നീ പറയാൻ അനുവദിച്ചാലല്ലേ, ഞാൻ പറയുമ്പോഴേക്കും നീ പോയി ചെയ്താലോ. ഭാഗ്യവശാൽ നിന്റെ ദേഹത്തുള്ള കെമിക്കൽ ആ ചുമരിൽ പുരണ്ടിട്ടുണ്ട്. അതെ. നിങ്ങളെന്താ ഇവിടെ? നിങ്ങളെന്തിനാണ് ഈ ഭിത്തിയൊക്കെ പൊളിച്ചത്? ഞങ്ങൾക്ക് വിഷമമുണ്ട്. നീ പിടിക്കപ്പെട്ടത് ഞങ്ങൾ കാരണമല്ലേ, അതുകൊണ്ട്. പക്ഷെ കളവ് നടത്തിയത് ഡോക്ടർ ഡിസ്ട്രോയർ അല്ലേ. നീ ഒരു നല്ല മനുഷ്യനാണ്, ഞങ്ങൾക്കറിയാം. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഓടിക്കോ. എന്നിട്ട് ഡോക്ടർ ഡിസ്ട്രോയറിനോട് പറ, എത്ര ചീത്ത കാര്യങ്ങൾ ചെയ്താലും നല്ലത് ഒരിക്കലും വരില്ലെന്ന്. എത്രയും പെട്ടെന്ന് പോലീസിന് സറണ്ടർ ആവാൻ പറ. അതായിരിക്കും അദ്ദേഹത്തിന് നല്ലത്. ഇന്ന് ഞങ്ങളുടെ കാറ് വേണേ കൊണ്ടുപോയിക്കോ. നല്ല മനുഷ്യ. ഓ താങ്ക് യു താങ്ക് യു. സത്യത്തിൽ നിങ്ങൾ നല്ല ആൾക്കാരായിരുന്നു അല്ലേ? ഓഫീസർ, അവന്മാരെ പിടിക്കേ. അവന്മാര് പുറത്ത് ചാടുകയാണ്. വേഗം വേഗം ആവട്ടെ. വേഗം വേഗം അവനെ ഫോളോ ചെയ്യേ. ഇവന്മാരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ബോസ് എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകും. ഞാൻ വരുന്നു ബോസ്. Watch India's largest kids library only on Jio Hotstar. Download the app now.